ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനൽ അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു സൂചികയാണ്. അതിന്റെ പേര് പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ്. കേന്ദ്ര പബ്ലിക് അഫയേഴ്സ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന ഒരു സൂചികയാണ് പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് എന്നുള്ളത്. 2020 ഈ സൂചിക പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഭരണം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. രണ്ടാമത് തമിഴ്നാട്, മൂന്നാമത് ആന്ധ്രാപ്രദേശ്. ഇപ്പോൾ വലിയ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിലായി കേരളമുള്ളത്. രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട്, മൂന്നാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശുമാണ്. ഈ സൂചികയിൽ ചെറിയ സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഭരണം നടക്കുന്നത് ഗോവയാണ്. രണ്ടാമത് മേഘാലയ, മൂന്നാമത് ഹിമാചൽ പ്രദേശ്. അപ്പോൾ വലിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിലുള്ളത് നമ്മുടെ സംസ്ഥാനമാണ്. ചെറിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിലുള്ളത് ഗോവയാണ്. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മികച്ച ഭരണം നടക്കുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ചണ്ഡിഗഡ്. രണ്ടാം സ്ഥാനത്ത് പുതുച്ചേരി, മൂന്നാം സ്ഥാനത്ത് ലക്ഷദ്വീപ്. അപ്പോ ഓർമ്മിച്ച് വെച്ചിരിക്കുക, വലിയ സംസ്ഥാനങ്ങളിൽ കേരളമാണ് മുന്നില്, ചെറിയ സംസ്ഥാനങ്ങളിൽ ഗോവയാണ് മുന്നില്, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ചണ്ഡിഗഡാണ് ഏറ്റവും മുന്നില്. ഈ സൂചികയിൽ ഏറ്റവും പിന്നിലുള്ള വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ വലിയ സംസ്ഥാനങ്ങളിൽ ഈ സൂചികയിൽ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഏറ്റവും പിന്നിലുള്ള ചെറിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനം മണിപ്പൂരാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും പിന്നിലുള്ള കേന്ദ്രഭരണ പ്രദേശം ദാദ്ര നഗർ ഹവേലിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ബീഹാറിലെ ബെഗൂസറയിലെ കബർത്തൽ വെറ്റ്ലാൻഡിനെ പറ്റിയാണ്. 1971 സൈൻ ചെയ്ത റാംസർ കൺവെൻഷൻ ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഓഫ് വെറ്റ്ലാൻഡ്സ്, തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഒരു ഉടമ്പടിയാണ് റാംസർ കൺവെൻഷൻ എന്നുള്ളത്. അപ്പൊ ഈ റാംസർ കൺവെൻഷന്റെ വെറ്റ്ലാൻഡ്സുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ തണ്ണീർത്തടമാണ് കബർത്തൽ വെറ്റ്ലാൻഡ്. അപ്പോൾ കബർത്തൽ വെറ്റ്ലാൻഡ് ഏത് സ്റ്റേറ്റിലാണെന്ന് ഒരുപക്ഷെ ചോദിച്ചേക്കാം. ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. ബീഹാറിലെ ബെഗൂസറയിലാണ് കബർത്തൽ വെറ്റ്ലാൻഡ് എന്ന തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ മറ്റൊരു പേര് കൻവാർ ഝീൽ എന്നാണ്. അപ്പോൾ റാംസർ കൺവെൻഷന്റെ വെറ്റ്ലാൻഡ്സിൽ 2020 ഒക്ടോബറിൽ ഇടം നേടിയ ഇന്ത്യൻ തണ്ണീർത്തടം ഏതാണ്? കബർത്തൽ വെറ്റ്ലാൻഡ് ആണ്. ദ റാംസർ കൺവെൻഷൻ ഓഫ് വെറ്റ്ലാൻഡ്സിന്റെ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡിലാണ്. നിലവിലെ സെക്രട്ടറി ജനറൽ മാർത്ത റോജസ് ഒരേഗോ ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മധ്യപ്രദേശിലെ പന്ന ബയോസ്ഫിയർ റിസർവിനെ പറ്റിയാണ്. 2020 ഒക്ടോബറിൽ ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോയുടെ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ബയോസ്ഫിയർ റിസർവ് ആണ് പന്ന ബയോസ്ഫിയർ റിസർവ്. 2020 ഒക്ടോബറിൽ യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവ്സിൽ ഇടം നേടിയ ഇന്ത്യൻ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? പന്ന ബയോസ്ഫിയർ റിസർവ് ആണ്. പന്ന ബയോസ്ഫിയർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ്. അതുപോലെ കബർത്തൽ വെറ്റ്ലാൻഡ്, കബർത്തൽ തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ്? ബീഹാറിലാണ്. യുനെസ്കോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഫ്രാൻസിലെ പാരീസിലാണ്. അതുപോലെ യുനെസ്കോയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ആഡ്രെ അസോളയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വനിതകൾക്ക് ഗവേഷണ മേഖലയിൽ കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനായിട്ട് ആരംഭിച്ച ഒരു പുതിയ സംരംഭമാണ്. അതിന്റെ പേര് സെർബ് പവർ എന്നാണ്. സെർബ് പവറിന്റെ ഫുൾ ഫോം സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ് പ്രൊമോട്ടിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വിമൻ ഇൻ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്നാണ്. അപ്പോ വനിതകൾക്ക് ഗവേഷണ മേഖലയിൽ കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ച പുതിയ സംരംഭമാണ് സെർബ് പവർ എന്നുള്ളത്. സെർബ് പവറിന്റെ ഫുൾ ഫോം സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ് പ്രൊമോട്ടിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വിമൻ ഇൻ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്നാണ്. സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ഡോക്ടർ ഹർഷവർദ്ധനാണ്. നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററായ ഡോക്ടർ ഹർഷവർദ്ധൻ തന്നെയാണ് സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രാലയവും നിലവിൽ കൈകാര്യം ചെയ്യുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ നാവികസേന കപ്പലായ INS കോരയെ പറ്റിയാണ്. 2020 ഒക്ടോബറിൽ ആന്റി ഷിപ്പ് മിസൈൽ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യൻ നാവികസേന കപ്പലാണ് INS കോര. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്, ഒരു പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ് ആണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനാകുന്നത് ശ്രീ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. അപ്പോൾ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയുടെ നിയമിതനാകുന്നത് ആരാണ്? ശ്രീ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. മുൻ CIC ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫാന്റസി സ്പോർട്സിന്റെ ചെയർമാനായ ശ്രീ ബിമൽ ജുൽക്കയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2020 ഒക്ടോബറിൽ വിയറ്റ്നാമിൽ, ഏഷ്യൻ രാജ്യമായ വിയറ്റ്നാമിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് മൊലാവ് എന്നുള്ളത്. അപ്പോ 2020 ഒക്ടോബറിൽ ഏഷ്യൻ രാജ്യമായ വിയറ്റ്നാമിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് മൊലാവ്. വിയറ്റ്നാമിന്റെ ക്യാപിറ്റൽ ഹാനോയ് ആണ്. വിയറ്റ്നാമിന്റെ കറൻസി ഡോങ് ആണ്. വിയറ്റ്നാമിന്റെ പ്രസിഡന്റ് ന്യൂയിൻ ഫു ട്രോങ് ആണ്. വിയറ്റ്നാമിന്റെ പ്രധാനമന്ത്രി ന്യൂയിൻ ഷുവാൻ ഫുക്ക് ആണ്. അപ്പോൾ 2020 ഒക്ടോബറിൽ
നാശം വിതച്ച ചുഴലിക്കാറ്റ്, വിയറ്റ്നാമിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? മൊലാവാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ രചിച്ച തിരഞ്ഞെടുത്ത കവിതകളുടെ സംഗീതാവിഷ്കാരമാണ് കനൽ വഴികൾ എന്നുള്ളത്. അപ്പോൾ ഈ കവിതകളുടെ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകനായ ശ്രീ വിജിപാലാണ്. അപ്പോ മന്ത്രി ശ്രീ ജി സുധാകരന്റെ തിരഞ്ഞെടുത്ത കവിതകളുടെ സംഗീതാവിഷ്കാരമാണ് കനൽ വഴികൾ എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ പേര് ഓർമ്മ പച്ച തുരുത്തുകൾ എന്നാണ്. കേരള പിറവി ദിനത്തിൽ നവംബർ 1 പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതിന് തിരുവനന്തപുരം ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഓർമ്മ പച്ചത്തുരുത്തുകൾ എന്നുള്ളത്. ഓർമ്മ പച്ചത്തുരുത്തുകൾ ആരംഭിക്കുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന പദ്ധതിയാണ്, വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് ഓർമ്മ പച്ചത്തുരുത്തുകൾ എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു പദ്ധതിയാണ്. അതിന്റെ പേര് അഭയാരണ്യം പദ്ധതി എന്നാണ്. കേരളത്തിൽ ആദ്യമായി ആനപ്പിണ്ടത്തിൽ നിന്ന് ജൈവവളവും അതുപോലെ തന്നെ മൃഗവിസർജ്യത്തിൽ നിന്ന് പാചകവാതവും നിർമ്മിക്കുന്ന പദ്ധതിയാണ് അഭയാരണ്യം പദ്ധതി എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു സംരംഭമാണ്. അതിന്റെ പേര് എയ്സ് എന്നാണ്. എയ്സിന്റെ ഫുൾ ഫോം ആക്സിലറേറ്റർ ഫോർ ഇലക്ട്രോണിക് ടെക്നോളജീസ് എന്നാണ്. വളർച്ചാ ഘട്ടത്തിലുള്ള സ്റ്റാർട്ടപ്പുകളെ സുസ്ഥിര സംരംഭങ്ങളായി വികസിപ്പിക്കുന്നതിന് ലക്ഷ്യമാക്കി കേരള സ്റ്റാർട്ടപ്പ് മിഷനും അതുപോലെ തന്നെ സീഡാക്കും സംയുക്തമായിട്ട് ആരംഭിക്കുന്ന സംരംഭമാണ് എയ്സ് എന്നുള്ളത്. അപ്പോൾ വളർച്ചാ ഘട്ടത്തിലുള്ള സ്റ്റാർട്ടപ്പുകളെ സുസ്ഥിര സംരംഭങ്ങളായിട്ട് വികസിപ്പിക്കുന്നതിന് ലക്ഷ്യമാക്കി കേരള സ്റ്റാർട്ടപ്പ് മിഷനും അതുപോലെ തന്നെ സീഡാക്കും ചേർന്ന് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്നതാണ് സീഡാക്കിന്റെ ഫുൾ ഫോം. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനും സീഡാക്കും സംയുക്തമായിട്ട് ആരംഭിക്കുന്ന സംരംഭമാണ് എയ്സ് എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ടഗ് ബോട്ടിനെ പറ്റിയാണ്. അതിന്റെ പേര് മിത്ര എന്നതാണ്. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖത്തിന് തുറമുഖ വകുപ്പ് 2020 ഒക്ടോബറിൽ അനുവദിച്ച ടഗ് ബോട്ടാണ് മിത്ര എന്നുള്ളത്. ഓർമ്മിച്ചു വെക്കുക, മിത്ര എന്നുള്ളത് ഒരു ടഗ് ബോട്ടാണ്. എന്താ ഈ ടഗ് ബോട്ട് എന്നുള്ളത്? വലിയ കപ്പലുകളെ തീരത്തോട് അടുപ്പിക്കാൻ സഹായിക്കുന്ന ചെറിയ കപ്പലാണ് ഈ ടഗ് ബോട്ട് എന്നുള്ളത്. അപ്പൊ ഓർമ്മിച്ചു വെക്കുക, മിത്ര എന്നുള്ളത് ഒരു ടഗ് ബോട്ടാണ്. അനുവദിച്ചിരിക്കുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖത്തിനാണ്. കേരള തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. അതുപോലെ കേന്ദ്ര ഫിഷിംഗ് വകുപ്പ് മന്ത്രി ആരാണ്? മൻസുഖ് എൽ മൻഡാവിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആരംഭിക്കുന്ന പദ്ധതിയാണ്. അതിന്റെ പേര് ശ്രവൺ എന്നതാണ്. ശ്രവൺ പദ്ധതി. കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് കേൾവി പരിമിതി നേരിടുന്നവർക്ക് ശ്രവണ സഹായികൾ ലഭ്യമാക്കുന്നതിനായിട്ട് കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ശ്രവൺ പദ്ധതി. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുരസ്കാരമാണ്. അതിന്റെ പേര് സംസ്ഥാന ഇ ഗവേണൻസ് അവാർഡ് എന്നാണ്. 2020 ഒക്ടോബറിൽ പ്രഖ്യാപിച്ച പുരസ്കാരമാണ് സംസ്ഥാന ഇ ഗവേണൻസ് അവാർഡ്. ഇതിൽ ഇ സിറ്റിസൺ ഡെലിവറി വിഭാഗത്തിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് നഗരകാര്യ ഡയറക്ടറേറ്റും അതുപോലെ തന്നെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പുമാണ്. അപ്പോൾ ഈ സിറ്റിസൺ ഡെലിവറി വിഭാഗത്തിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് നഗരകാര്യ ഡയറക്ടറേറ്റും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പുമാണ്. ഈ സിറ്റിസൺ ഡെലിവറി വിഭാഗത്തിൽ രണ്ടാമതെത്തിയിരിക്കുന്നത് കേരള പോലീസിന്റെ സൈബർ ഡോമാണ്. എം ഗവേണൻസ് വിഭാഗത്തിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് സോയിൽ സർവേ സോയിൽ കൺസർവേഷൻ വകുപ്പാണ്. അതുപോലെ ഇ ലേണിംഗ് വിഭാഗത്തിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷനാണ്. അതുപോലെ ഏറ്റവും നല്ല വെബ്സൈറ്റിനുള്ള കേരള സംസ്ഥാന ഇ ഗവേണൻസ് പുരസ്കാരം നേടിയിരിക്കുന്നത് കോട്ടയം കളക്ടറേറ്റിന്റെ വെബ്സൈറ്റിനാണ്. അതുപോലെ ഏറ്റവും നന്നായി പ്രവർത്തിച്ച അക്ഷയ കേന്ദ്രങ്ങളാണ് വയനാട് ജില്ലയിലെ കെറോമും അതുപോലെ കോട്ടയം ജില്ലയിലെ കുരിശുമൂടും. സാമൂഹ്യ മാധ്യമ വിഭാഗത്തിൽ മുന്നിലെത്തിയിരിക്കുന്നത് കേരള പോലീസ് സാമൂഹിക മാധ്യമ വിഭാഗമാണ്. അപ്പോൾ 2020 ഒക്ടോബറിൽ പ്രഖ്യാപിച്ച ഇ ഗവേണൻസ് അവാർഡ്, സംസ്ഥാന ഇ ഗവേണൻസ് അവാർഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ സിറ്റിസൺ ഡെലിവറി വിഭാഗത്തിൽ മുന്നിലെത്തിയിരിക്കുന്നത് നഗരകാര്യ ഡയറക്ടറേറ്റും അതുപോലെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പുമാണ്. അതുപോലെ എം ഗവേണൻസ് വിഭാഗത്തിൽ മുന്നിലെത്തിയിരിക്കുന്നത് സോയിൽ സർവേ അതുപോലെ സോയിൽ കൺസർവേഷൻ വകുപ്പാണ്. ഇ ലേണിംഗ് വിഭാഗത്തിൽ മുന്നിലെത്തിയിരിക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷനാണ്. അതുപോലെ ഏറ്റവും നല്ല വെബ്സൈറ്റ് കോട്ടയം കളക്ടറേറ്റിന്റെയാണ്. ഏറ്റവും നന്നായി പ്രവർത്തിച്ച അക്ഷയ കേന്ദ്രങ്ങൾ വയനാട് ജില്ലയിലെ കെറോമും അതുപോലെ കോട്ടയം ജില്ലയിലെ കുരിശുമൂടുമാണ്. സാമൂഹ്യ മാധ്യമ വിഭാഗത്തിൽ കേരള പോലീസിന്റെ സാമൂഹിക മാധ്യമ വിഭാഗത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുസ്തകമാണ്. അതിന്റെ പേര് ബൈ ബൈ കൊറോണ എന്നാണ്. ലോകത്തിലെ ആദ്യ സൈൻ ട്യൂൺ പുസ്തകമാണ് ബൈ ബൈ കൊറോണ എന്നുള്ളത്. സൈൻ ട്യൂൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രപരമായ കാര്യങ്ങൾ കാർട്ടൂണിലൂടെ അവതരിപ്പിക്കുന്നതിനെയാണ് സൈൻ ട്യൂൺ എന്ന് പറയുന്നത്. ഇപ്പൊ ലോകത്തിലെ ആദ്യ സൈൻ ട്യൂൺ പുസ്തകമാണ് ബൈ ബൈ കൊറോണ എന്നുള്ളത്. അപ്പൊ ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ഡോക്ടർ പ്രദീപ് കുമാർ ശ്രീവാസ്തവയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഒക്ടോബർ 31 നാഷണൽ യൂണിറ്റി ഡേ അല്ലെങ്കിൽ രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്.
നമ്മുടെ മുൻ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ശ്രീ സർദാർ പട്ടേലിന്റെ ജന്മദിനമാണ് നാഷണൽ യൂണിറ്റി ഡേ അല്ലെങ്കിൽ രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. 2020 ഒക്ടോബറിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പുറത്തിറക്കിയ ഓൺലൈൻ ഭക്ഷ്യ വിതരണ ആപ്ലിക്കേഷന്റെ പേരെന്താണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക. ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് പൊതുമേഖലയിലെ ഇന്ത്യയിലെ ആദ്യ രംഗകലാ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളത്. അപ്പോ പൊതുമേഖലയിലെ പബ്ലിക് സെക്ടറിലെ ഇന്ത്യയിലെ ആദ്യ രംഗകലാ കേന്ദ്രം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ആണ്. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.